വിവരങ്ങളുമായി MK ഷുക്കൂർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഷുക്കൂർ, രാജുവിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുന്ന ആദ്യമായല്ല, പക്ഷേ ഇക്കുറി ശക്തമായ നടപടി ഉണ്ടായിരിക്കുന്നു. ഈ നടപടിയെക്കുറിച്ച് സംസ്ഥാന സെക്രട്ടറി എന്താണ് പറയുന്നത്? അജിംസ്, എറണാകുളത്ത് CPI-യിൽ ശക്തമായ വിഭാഗീയതയുണ്ടെന്ന് കാനം രാജേന്ദ്രനുള്ള സമയത്ത് തന്നെ പാർട്ടി വിലയിരുത്തിയതാണ്. അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു ഇടപെടൽ എറണാകുളത്ത് ആവശ്യമാണ് എന്ന കാര്യത്തിലും പാർട്ടിക്ക് സംശയമുണ്ടായിരുന്നില്ല. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ പങ്കെടുത്ത ഒരു ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വെച്ച് P രാജുവിനെതിരെ നടപടി പ്രഖ്യാപിക്കുന്നത്. രാജുവിനെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയാണ് ചെയ്തത്. ഇത് പാർട്ടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് എന്നാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വളരെ ആലോചിച്ചുള്ള പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് P രാജു ഈ നടപടി വിഭാഗീയ പ്രേരിതമാണ് എന്ന് പരസ്യമായ നിലപാടെടുക്കുകയും KM ദിനകരൻ തന്നെ ഇല്ലാതാക്കാൻ നേരത്തെ മുതൽ തന്നെ ശ്രമിക്കുന്നു എന്ന് പരസ്യമായി പറയുകയും ചെയ്ത സാഹചര്യത്തിൽ പാർട്ടിയിൽ ഇനി ഇതുപോലെ തുടരാൻ തനിക്ക് താല്പര്യമില്ല എന്നൊരു സന്ദേശം തന്നെയാണ് P രാജു നൽകുന്നത്. അങ്ങനെയെങ്കിൽ പാർട്ടിയിൽ അദ്ദേഹം തുടരേണ്ടതില്ല എന്നൊരു സമീപനം ബിനോയ് വിശ്വം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ തന്നെ നൽകുന്നുണ്ട്. എന്തായാലും KM ദിനകരൻ ഇത് സംബന്ധിച്ച് പരസ്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല. അദ്ദേഹം പാർട്ടി സംവിധാനത്തെ തന്നെ സമീപിക്കട്ടെ, അദ്ദേഹം പരാതി ഉണ്ടെങ്കിൽ അവിടെ ബോധിപ്പിക്കട്ടെ എന്നൊരു നിലപാടാണ് KM ദിനകരൻ പറഞ്ഞത്. എന്തായാലും CPI-യിൽ പരസ്യപ്പോര് എറണാകുളത്ത് വീണ്ടും ഒരു പരിധി വിട്ട് രംഗത്ത് വരികയാണ്. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ കൂടുതൽ പേർക്കെതിരെ സംഘടനാ നടപടിയോ മറ്റു നിർദ്ദേശങ്ങളോ ഒക്കെ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്നലെ ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അല്പം കൈവിട്ട സ്ഥിതി ഉണ്ട് എന്ന് തന്നെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്.